ഇൻസ്റ്റഗ്രാമിൽ ഒരു ചേട്ടൻ്റെ റീല് കണ്ടിട്ട് എടുത്ത് ചാടി പുറപ്പെട്ട കേട്ടോ ഞങ്ങൾ. ഞാനൊരു സെറാമിക് ലവറാണേ. എവിടെ അങ്ങനത്തെ ഐറ്റംസ് കണ്ടു കഴിഞ്ഞാലും ഞാൻ അവിടെ സ്റ്റക്കായി പോകും. എനിക്ക് ഈ ഒച്ചും ബഹളം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂരെ ശിവാജി നഗറിലാണ്. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അങ്ങോട്ട് എല്ലാ മുക്കിലും മൂലിലെത്തുന്ന തരത്തിൽ നമ്മൾ നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്, ഭയങ്കര തിക്കും തിരക്കുമാണ്. ഇതൊന്നും ഇല്ലാത്തൊരു ശിവാജി നഗറിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റാറില്ല. സോ നമ്മൾ എം ജി റോഡ്, ചർച്ച് സ്ട്രീറ്റൊക്കെ കുറച്ചും കൂടി ഒരു പോഷ്യ സൈഡ് കാണിക്കുകയാണെങ്കിൽ ശിവാജി നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഏറ്റവും ലോക്കലായി നമുക്കെല്ലാം എല്ലാ തരത്തിലുള്ള ആളുകളും വന്നു പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് പിന്നെ വണ്ടിയും കൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ബൈക്ക് കൊടുന്ന് അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് പോകാനും പറ്റില്ല. കാരണം നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാ പർച്ചേസും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടി പോയിട്ട് അവിടെ വണ്ടിയുടെ പൊടി പോലും നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പേ ആൻഡ് പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കാറിറങ്ങിയത്. സോ അപ്പോൾ ഇങ്ങനെ കുറേ അങ്ങോട്ട് നടന്ന് കുറേ ചെരുപ്പ് കടകളും അതും ഇതൊക്കെ കണ്ട് നമ്മൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽ പെട്ട അവസ്ഥയിലാണ്. എവിടേക്കാണ് പോകേണ്ടത്, എന്താ പോകേണ്ടത് എന്നുള്ളത് അറിയാണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോയി, നമ്മൾക്ക് അങ്ങനെ അന്വേഷിച്ച് നടന്നത് സെറാമിക്കിൻ്റെ സ്ഥലമായിരുന്നു. അപ്പം നമ്മളങ്ങനെ നടന്ന് നമ്മുടെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ നമ്മുടെ കട കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ അതിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനുള്ളിൽ അത്യാവശ്യം തിക്കും തിരക്കുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറുകടയായിട്ട് ഞങ്ങൾക്ക് തോന്നിച്ചെങ്കിലും ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് കടക്കുക എന്ന് പറയുന്നതായിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇത് നോക്കിയപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു സാധനങ്ങളും ഇല്ല. എല്ലാ ക്രോക്കറി ഐറ്റംസും ഇവിടെ ഉണ്ട്, A to Z. ഫൈബർ, സെറാമിക്, ഗ്ലാസ്, ഒപ്പാൽ, അങ്ങനെ എല്ലാ ടൈപ്പ് ക്രോക്കറി ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അതും അഫോർഡബിൾ മുതൽ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഫൈബറിൻ്റെ പ്ലേറ്റ്സ് ആണ്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ ലുക്കൊക്കെ തോന്നും, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് കടന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഒരു അറബിക് ടച്ചാണ് ഫീൽ ചെയ്തത്. എനിക്ക് പണ്ടത്തെ അവരുടെ കഥകളിലൊക്കെ നമ്മൾ ടി വികളിലൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ കുറേ ഗ്ലാസ്സുകൾ, കപ്പുകൾ, അതുപോലെ എന്താ പറയുക ബൗളുകൾ, പ്ലേറ്റ്സ്, അതൊക്കെ അങ്ങനെ ഉള്ളതിൽ മാത്രമേ അറബിക് ടച്ചാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഇതൊക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം പൈസയുണ്ട്. ഇതൊരു ഫുൾ ഡൈനിങ് പീസിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ, 16,500 അതിനൊക്കെ വരുന്നത്. ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CD മൂസയിലെ ബിന്ദു പണിക്കരുടെ പോലെ ആയിപ്പോയി. കുറച്ച് നേരത്തേക്ക് എന്തൊക്കെയാണ് വേണ്ടേ എടുക്കണ്ടേ, അയ്യോ അതിന് മിക്സി എടുത്തില്ല, എൻ്റെ ജാർ എടുത്തില്ല എന്നുള്ള പറയണ പോലെ എന്താ വേണ്ടേ ഏതാ എടുക്കേണ്ടതെന്ന് അറിയാതെ ഞാൻ അങ്ങനെ എന്താ പറയുക അന്താളിച്ച് പോയി എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയെത്തി. എനിക്കെല്ലാം പറക്കി വീട്ടിൽ കൊണ്ടുപോകണം എന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ വന്നത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ അതും ഇതും വാങ്ങി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, ആവശ്യത്തിനുള്ളത് വാങ്ങാം. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി, എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇതൊക്കെ ഞാൻ എടുത്ത് പിടിച്ച് നോക്കിയാൽ തിരിച്ചവിടെ വെക്കുമ്പോൾ നമ്മൾക്ക് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഇതെല്ലാം വളരെ വിലപ്പെട്ടതാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു പ്രത്യേക കെയർ കൊടുത്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല, ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് മാത്രം ഞാനത് എടുത്തു. അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ എടുത്തു. പിന്നെ അത് പാക്ക് ചെയ്യാം. അവർ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്യുന്നതായിരുന്നു കേട്ടോ. ഈ ചേട്ടനാണെങ്കിലും ആൾ ഭയങ്കര സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തോന്നി. എല്ലാ പാത്രങ്ങളും കൊട്ടി നോക്കി അതിൻ്റെ സൗണ്ടിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടായിരുന്നു ആൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നോക്കിയേ, പാത്രങ്ങൾ, ഡ്രസ്സ്, കാർപ്പറ്റ്സ്, അങ്ങനെ എന്താ വേണ്ട എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല, ഇവിടെ കിട്ടാത്ത ഒരു സാധനങ്ങളും ഇല്ല. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു ചേട്ടൻ നമുക്ക് ഹായൊക്കെ തന്നു കേട്ടോ. പക്ഷേ ചേട്ടൻ അറിയില്ലല്ലോ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു പാവം യൂട്യൂബ് ചാനലാണ് നമ്മുടേന്ന്. പക്ഷേ ചേട്ടനെ നമ്മൾ വിഷമിപ്പിച്ചില്ല, നമ്മൾ തിരിച്ച് ഹായൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്നതുപോലെ നടന്നു. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, പല തരത്തിലുള്ള ആളുകൾ, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ. ഇതൊക്കെ നോക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ എന്തോരം റേറ്റ് ആവുന്നു. ജസ്റ്റ് 1200 രൂപയ്ക്ക് ഇത്രയും ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ഫുൾ സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമുക്ക് തിരഞ്ഞ് നടക്കുകയാണെങ്കിൽ നമുക്ക് സമയമുണ്ട് വെച്ചെങ്കിൽ ഇവിടെ വന്നെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമായിട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ മേക്കപ്പിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഹുദയുടെയും മാക്കിൻ്റെ ഒക്കെ ബ്രാൻഡുകളാണ് അവിടെ ഇരിക്കുന്നത് മൊത്തം. പക്ഷേ റേറ്റോ, ആ ഫൗണ്ടേഷൻ വെറും 200 രൂപയ്ക്കാണ് ആ ചേട്ടൻ എനിക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ക്വാളിറ്റി. ഇതൊക്കെ തേച്ചിട്ട് മുഖം അടിച്ചു പോകാൻ ഭാഗ്യം. അങ്ങനെ നമ്മൾ വേറൊരു സ്ട്രീറ്റിലേക്ക് കടന്നിരിക്കുകയാണ്.
ഇത് കുറച്ചും കൂടിയും തിക്കും തിരക്കൊന്നും ഇല്ലാത്ത ബ്രാൻഡുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരുവിധം എല്ലാ ഒട്ടുമിക്ക ബ്രാൻഡുകളെയും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് കുറച്ച് പീസ്ഫുൾ ആയിട്ട് വന്ന് ഷോപ്പ് ചെയ്യണം, അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് വേണം എന്നുള്ളവരൊക്കെ നേരെ ഇങ്ങോട്ടാണ് എപ്പോഴും വരാറുള്ളത്. ഇവിടെ വന്നിട്ട് സമയം പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോന്നിട്ടുള്ളതാണ് ഇവിടേക്ക്. എന്നിട്ടിപ്പോൾ നേരെ റിട്ടേണായി. അപ്പം ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് പോരാന്ന് വിചാരിച്ചു. വരുന്ന വഴിക്ക് കുറച്ച് ചർച്ചൊക്കെ കണ്ടു കേട്ടോ. അതുകൊണ്ടാണോ ഇനി ഇതിന് ചർച്ച് സ്ട്രീറ്റ് വിളിക്കുന്നതെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. രാത്രിയിൽ ബാംഗ്ലൂരിൻ്റെ അത്ര ഭംഗി വേറൊരു ടൗണിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒരുപാട് പേരുടെ പ്രതീക്ഷകൾക്ക് കൈത്താങ്ങായിട്ടുള്ള ഒരിടമാണ് ബാംഗ്ലൂരെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി.